ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്, അറേബ്യൻ ബ്രെഡ് പുഡിങ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ട്രേയിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു ട്രേയിൻ്റെ അളവിന് അനുസരിച്ചിരിക്കും കേട്ടോ. അടുത്തത് ഞാനിതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു ക്രീമിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 100 ഗ്രാം അളവിൽ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് റെഡിയാക്കുന്നത് 1/2 ലിറ്റർ പാല് വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യുക കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കി ഇട്ട് കൊടുത്താൽ മതിയേ. അടുത്ത ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കുക. അതുപോലെ കുങ്കുമപ്പൂവില്ല, സാഫ്രോൺ, അത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 2-3 പൂവായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ ഇതാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ട്രേ. നിങ്ങൾക്ക് ഏതിലും എടുക്കുക, ഒന്നുമില്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ബ്രെഡ് ഇതുപോലെ നേരെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ബൗളിൻ്റെ അടിഭാഗം കവറാകുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ മൊത്തത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കുക, കുഴപ്പമൊന്നുമില്ല എങ്ങനെയായാലും. അപ്പോൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിലേക്കുള്ളൊരു പാലിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അടുത്തത് ഞാൻ ഈ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പുഡിങ്ങിൽ എപ്പോഴും പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക്, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ എടുക്കാൻ നോക്കട്ടെ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഏതാണ് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പിന്നെ പുഡിങ് എന്ന് പറയുന്നത് അത്യാവശ്യം മധുരം വേണം, എന്നാലേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ അത് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതാ വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതുപോലെ പാലിൻ്റെ മിക്സിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് ഒഴിച്ച് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കാൻ വേണ്ട, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് നല്ലപോലെ പാല് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റില്ല, അതൊന്നും മാറിക്കിട്ടുക, അത്ര മാത്രമേ ഉള്ളൂ. പാലും കസ്റ്റാർഡ് മിക്സും ഒക്കെ കൂടി ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസായി നല്ലപോലെ തിളപ്പിക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കസ്റ്റാർഡ് മിക്സാക്കി മാറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നല്ലപോലെ കളറൊക്കെ മാറി ഒന്നങ്ങ് സെറ്റായിട്ടുണ്ട്. ഇത്രയും മതിയിട്ട് ഒന്നങ്ങ് തിക്കായിട്ടും വരും കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ട്രേയിൽ ആ ഒരു ബ്രെഡിലേക്ക് മൊത്തത്തിലായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെയർ ബ്രെഡ് ഒന്ന് കവറാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണോ അതിനനുസരിച്ച് ഓരോ ലെയർ വെക്കുക. എന്നിട്ട് കസ്റ്റാർഡ് മിക്സ് ഉള്ളതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഓരോ ലെയറിലും പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ലെയറായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ള ഈ ഒരു ട്രേയിലേക്ക് കണക്കാകുന്ന രീതിയിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടി മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രഷ് ക്രീം മിക്സും ഈ ഒരു കസ്റ്റാർഡ് മിക്സെല്ലാം ബ്രെഡ് വലിച്ചെടുക്കും കേട്ടോ, കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സൊക്കെ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും പിസ്ത സ്ലൈസും എന്തൊക്കെയാണ് ഉള്ളത് അത് ചെറുതായിട്ട് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുഡിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ല ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് ഇപ്പോഴേ കഴിക്കൂല, ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-2 മണിക്കൂർ തണുപ്പിച്ചിട്ട് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. തണുപ്പിക്കാതെ ചൂടാറിക്കഴിഞ്ഞാൽ കഴിക്കാം ഡയറക്റ്റ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണല്ലോ പുഡിങ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെ ഒരു പുഡിങ് ട്രൈ ആക്കി നോക്കിയിട്ടില്ല ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്